നീ ഇത്രയും നേരം എവിടെ തെണ്ടി അടക്കായിരുന്നു? അത് സഖാവേട്ടന്റെ കയ്യില്. സഖാവേട്ടന്റെ കയ്യില് പുതിയ കവിത കൊടുക്കാൻ പോയതാ. ഇനി അതുണ്ടാക്കിയിട്ട് വേണം. അല്ല, അറിയാഞ്ഞിട്ട് ചോദിക്കുക. നീ പൂരോ ഗുണാണ്ടർ ചമയാനാ ഭാവം? വലിച്ചു കീറിക്കളയും. വല്ലവന്മാരുടെ കൂടെ നാടകം കളിച്ച് അഴിഞ്ഞാടി നടന്ന അസത്തെ. മോളെ, അമ്മ ഞാൻ മോള് കാര്യാക്കണ്ട. അച്ഛന്റെ വിഷമം കൊണ്ട് പറഞ്ഞതാ. നിന്നെ നിന്റെ സഖാവേട്ടനെയും ചേർത്ത് അങ്ങയിലെ ഗോവിന്ദൻ അച്ഛനോട് ഏതാണ്ട് പറഞ്ഞു. അതിന്റെ വേദനയാ. ഞാനല്ല അമ്മയോട് പറഞ്ഞിട്ടില്ലേ? എന്നിട്ടും അതൊന്നും അച്ഛൻ അറിയില്ലല്ലോ. അല്ലല്ലോ, അച്ഛനിപ്പോ എന്നോട് ഒട്ടും സ്നേഹമില്ല. ആരാ പറഞ്ഞ അച്ഛന് നിന്നെ ഇഷ്ടമല്ലാന്ന്? അച്ഛൻ ആകെ വിഷമത്തിലാ. ഇന്ന് ദണ്ണ അല്പം കൂടും. എന്തേ ഇന്ന് അച്ഛൻ ചോദിച്ചൊന്നും കൊടുത്തില്ലേ ദണ്ണം കൂടാൻ? പോടി അവിടുന്ന്. ചേച്ചി, ചേച്ചി കഥൂറ്റിയിടായിരുന്നു ഉറങ്ങുക. ഇത് എന്ത് പറ്റി? ചേച്ചി പണ്ട് എഴുതിയൊരു കവിത ദേ ഇതിലുണ്ട്. നീ പോകുമ്പോ കഥ കടച്ചേക്ക്. ഞാൻ പോയേക്കാവേ. വീട്ടിലെ ഒരു ജോലിയും ചെയ്യത്തില്ല. ഇങ്ങോട്ട് വന്ന് ഈ കടുവെങ്കിലും ഒന്ന് വാർത്തേ. ഓ പിന്നെ നീ എന്തെടുക്ക അവിടെ? ഇങ്ങോട്ട് വന്ന് ഈ തേങ്ങ ഒന്ന് ചുരണ്ടിക്കേ. ഞാൻ കുളിക്കാൻ പോവാ. എന്താ നോക്കുന്നേ? കണ്ടിട്ടില്ലേ? വെള്ളം നിറഞ്ഞ് കളയുവാ. നീ എന്തെടുക്ക അവിടെ? അച്ഛൻ കണ്ട അത് മതി. ഞാൻ പോവാ. ഇത്തിരി കൂടി പോകുന്നുണ്ട്. മര്യാദയ്ക്ക് അടങ്ങി ഒതുങ്ങി നടക്കാൻ വയ്യല്ലേ? ചുമ്മാ ആൾക്കാരെ കൊണ്ട് അതും ഇതും പറയിപ്പിക്കാൻ. പോയി നീരാട്. അവനെ എനിക്കൊന്ന് കാണണം. പിന്നെ നാടകമൊന്നും തേങ്ങന്നൊക്കെ പറഞ്ഞു നടന്ന് പെണ്ണ് വഷളായി. എന്തൊരു പോക. ആ പോയ കാര്യം എന്തായി? എന്താവാൻ, പഴയപടി തന്നെ. നീ വിഷമിക്കണ്ട. ഇത് പോയെങ്കിൽ പൊയ്ക്കോട്ടെ. വേറെ നല്ലതൊന്ന് ദൈവം നിനക്കായി കരുതി വെച്ചിട്ടുണ്ട്. ദൈവം തേങ്ങ കൊല അവിടെ എനിക്ക് തരാൻ തള്ളി പിടിച്ചോണ്ടിരിക്കുകയല്ലേ? മോനെ, ജോലി വേണമെങ്കിൽ പണം കൊടുക്കണം, അല്ലെങ്കിൽ പെങ്ങളെ കൂട്ടി കൊടുക്കണമെന്ന് പന്നികള്. എന്താടി ഒരേ ഇളക്കം? ഒരാഴ്ചയായി ഈ കരച്ചിലും വിളിയും തുടങ്ങിയിട്ട്. ഇനിയെങ്കിലും നിർത്തിക്കൂടെ? ഇതുവരെ കഴിഞ്ഞില്ലേ? എന്റെ അമ്മ ഇങ്ങനെ കരയല്ലേ? എനിക്കത് സങ്കടാവില്ലേ? എനിക്കെല്ലാം കളിയ. ഉള്ള കിടപ്പാടം കൂടി പണയം വെച്ച ആ മഹാഭാവിയുടെ കുറിക്കമ്പനിയിൽ ഇട്ടത് അതിങ്ങനെയായി. അമ്മേ, ഇങ്ങനെ നാടക നടികളെ പോലെ മോങ്ങിക്കൊണ്ടിരുന്ന കാശ് കിട്ടുവോ? അച്ഛന് കള്ളു കുടിക്കാൻ ഒരു കാരണം കിട്ടിയത് മാത്രം മിച്ചം. എഴുന്നേറ്റെ, എഴുന്നേക്കമ്മേ. പോലീസിൽ പരാതിപ്പെട്ടിട്ടുണ്ടല്ലോ. നമ്മുടെ കാശ് കിട്ടാൻ അവരെന്തെങ്കിലും വഴി കണ്ടെത്തും. അവനെ പിടിച്ചിട്ട് നഞ്ചായി. ആ മഹാഭാവിയുടെ കയ്യില് കാശൊന്നും ഇല്ലെന്ന് അവര് പറയുന്നേ. അങ്ങനെ വരത്തുള്ളൂ. എന്നെ വിഷമിപ്പിച്ച കാശാണത്. പെൻഷനിൽ നിന്ന് ആകെ 1 ലക്ഷമല്ല ഞാൻ ചോദിച്ചോളൂ ആ SI പോസ്റ്റ് വാങ്ങാൻ.
തരാതെ കൊണ്ട് തള്ളിയല്ലേ. അനുഭവിച്ചോ അനുഭവിച്ചോ. കിടക്കണ കിടപ്പ് കണ്ടില്ലേ, ആനന്ദ ലഹരിയില് ശാവം. വേണ്ട, അച്ഛനെ കുറിച്ച് ഇനി ഒരക്ഷരം മിണ്ടരുത്. നീ അകത്ത് പോ. ഓ എത്തിയല്ലോ ന്യായീകരിക്കാൻ. ഇത്ര നേരം എവിടെ ആയിരുന്നടി? നാടകത്തിന്റെ റിഹേഴ്സലിനും തന്തേ പോലെ തന്നെ നാട്ടുകാരെ കൊണ്ട് അതും ഇതും പറയിക്കാൻ, ആ കള്ള തെണ്ടിയുടെ കൂടെ സഖാവ് വിളിക്കാൻ ഒരു പെട്ടോള്. എവിടെയെങ്കിലും പോയി തോലേ. മോള് വിഷമിക്കണ്ട. അവന്റെ വിഷമം കൊണ്ട് ഇവിടെ എല്ലാരും സമനില തെറ്റി നിൽക്കുക. നീ കൂടി തളർന്ന ലിപിയില്ലാ ലിഖിതമാം സദാചാര പുസ്തകത്തിൽ വിധിന്യായം കുറിച്ചിട്ടീ തുറുങ്കിലേറ്റുന്നു. ഒരു പെണ്ണും പറയാത്ത പതിരുള്ള പദങ്ങളെ വഴിചാരി വഴിപിഴപ്പിച്ചു പോകുന്നു. അകത്തുള്ളോരകത്തളം കാക്കുവാനായി മാത്രമെന്നാൽ അംഗമെത്ര വെട്ടിയോരെ കണ്ടതുമില്ല. ചൂഴ്ന്നുപോയ കൺതടങ്ങൾ അറിയാതെ പൊയ്മുഖത്തിൽ മറമാറ്റി ഉൾക്കണ്ണിൽ കണ്ണട വയ്ക്കാം. സ്വപ്നങ്ങൾ പറയാത്തത്, ഇതിനെന്തൊക്കെയോ പറയാനുണ്ട് ഈ സമൂഹത്തിനോട്. സഖവേട്ട തീരെ മോശ. അല്ലടോ, നന്നായിട്ടുണ്ട്. മേലാളന്മാർക്കിട്ടൊരു അടി കൊടുക്കാൻ പറ്റിയ സാധനം. ഞാൻ എഴുതിയ ഈ ഉണക്ക കവിതയോ? ആരെഴുതിയെന്നല്ല, എന്തെഴുതിയെന്നാണ് നോക്കേണ്ടത്. നീ ഇനിയും എഴുതണം. നേരം പോക്കിന്റെ പ്രണയ കവിതകളല്ല, മറിച്ച് സമൂഹത്തിന്റെ നന്മയ്ക്ക് വേണ്ടി. തനിക്കതിന് കഴിയും. ഞാൻ വായനശാലയിൽ കയറിയിട്ട് വരാം, നീ പൊയ്ക്കോ. ഞാൻ ആരാണ്? ഇവൾ പാഞ്ചാലിയല്ല, അഹല്യയും മറിയുമല്ല. ഇവൾ ഇവൾ പിന്നെ ആരാണ്? ഇവൾ അമ്മയാണ്, സോദരിയാണ്, കൂട്ടുകാരിയാണ്. പക്ഷേ ഇവളൊരു പെണ്ണാണ്, ഞാനൊരാണും. ബാല്യവാർദ്ധക്യങ്ങളൊന്നും വേറിടില്ല വെറിപൂണ്ട നഖമുള്ള കണ്ണുകൾക്ക് പട്ടട തീർക്കാൻ. മാളോരെ, നമുക്കെല്ലാം തിമിരം ബാധിച്ചിരിക്കുകയാണ്. തിമിരക്കാഴ്ചകൾ മറന്നേക്കണം. നേരറിയണം, നേരേ അറിയണം. ഈ സോഡ ഗ്ലാസുകൾ നമുക്കിനി വേണ്ട. നേരറിവിന്റെ പുത്തൻ പ്രതീക്ഷകളുടെ കണ്ണടകൾ നമുക്ക് ധരിക്കാം. ഉള്ളി പൊളിച്ചിട്ട് നിന്ന് മോങ്ങുന്നത് കണ്ടില്ലേ? കൊച്ചുകുട്ടീന്ന വിചാരം. കെട്ടിച്ചു വിടേണ്ട പ്രായമായി. അതിപ്പം നടക്കില്ലല്ലോ. കെട്ടിച്ചു വിടുന്നേ കാശ് വേണ്ടേ? ഉണ്ടായിരുന്ന കിടപ്പാടം കൂടി പണയപ്പെടുത്തിയ ഈ വീട്ടിൽ നിന്ന് തന്നെ ആര് കെട്ടാനാ? നീ നോക്കിക്കോ, എല്ലാം ശരിയാവും. കാശ് പോയതി പിന്നെ അച്ഛൻ ഭ്രാന്ത് പിടിച്ച പോലെയാ. അടുത്താഴ്ച കാവിലെ കൊടിയേറ്റമല്ലേ? ഞാൻ നേർന്നിട്ടുണ്ട് 101 വെടി. അത് കഴിഞ്ഞു വരുമ്പോ നഷ്ടപ്പെട്ടതെല്ലാം തിരികെ കിട്ടും. അമ്മ, പണവും പത്രാസും ഒന്നും ചോദിക്കാത്ത ഒരാള് വന്നാ എന്നെ കെട്ടിച്ചു കൊടുക്കൂ? എന്നെ മാത്രം ഇഷ്ടപ്പെടുന്ന ഒരാള് ആരാ നിന്റെ മനസ്സിൽ? അത് നമ്മുടെ സഖാവേട്ടൻ. അവൻ നിന്നോട് അങ്ങനെ പറഞ്ഞോ? പറഞ്ഞില്ല, പക്ഷേ എന്നെ ഇഷ്ടാ. എനിക്ക് അവൻ നല്ലവനാ. പക്ഷേ നിന്റെ അച്ഛന് കമ്മ്യൂണിസ്റ്റ് എന്ന് കേൾക്കുന്നതേ കലിയ. അമ്മ അച്ഛനോട് ഒന്ന് പറഞ്ഞ. അപ്പൊ അതിനാണ് നാടകം ഉണ്ടാക്കാനെന്ന് പറഞ്ഞ് നടക്കുന്ന അല്ലടി കള്ള പലിശ. അയ്യോ, ഇങ്ങനെ തല്ലാതെ മനുഷ്യ, അത് ചത്തുപോവും. അവന് ഇഷ്ടമാണെങ്കിൽ നമുക്ക് ഇതങ്ങ് നടത്തി കൊടുത്താലോ? അപ്പൊ നീയും കൂടെ ചേർന്നായിരുന്നല്ലേ?
നിന്റെ മോളെ നീ ആർക്കെങ്കിലും കൊണ്ട് കൊടുക്കടി. അവൻ എന്താ ഒരു കുറവ്? നിങ്ങളെപ്പോലെ ഇങ്ങനെ വെള്ളം അടിച്ച് ലക്ക് കെട്ട് നടക്കുന്നില്ലല്ലോ. ഫു, അയ്യോടി, ഒരു കുറവുമില്ല. സഖാവല്ലയോ സഖാവ്. എടീ, ജീവിക്കാൻ അറിയാമോടി അവന്. കൂടെ പഠിച്ച ഓരോരുത്തന്മാര് ഡോക്ടർമാരും എഞ്ചിനീയർമാരുമായിട്ട് 10,000, 30,000, 40,000 രൂപ ശമ്പളം മേടിക്കുന്നു. അവൻ സഖാവ് കളിച്ച് നടക്കുകയല്ലേ. അല്ല, സഖാവായാലും കുഴപ്പമില്ല. കൂടെയുള്ള ഓരോരുത്തന്മാര് പല പല സ്ഥാനങ്ങളും നേടി വലിയ നിലയിലായി. അവൻ മാത്രം തെരുവിലും. അല്ല, അറിയാഞ്ഞിട്ട് ചോദിക്കുക, അവന് വല്ല വട്ടമുണ്ടോ? ഇന്നത്തെ കാലത്തും 70കളിലെ പോലെ കൂറ സഞ്ചിയും തൂക്കി ജുബായും ഇട്ട് സഖാവ് കളിച്ച് നടക്കാൻ അച്ഛനറി ഇവിടെ ഉണ്ടായിരുന്നോ? ഇത്രയും ബഹളം കാണിക്കാൻ മാത്രം ഇവിടെ എന്താ ഉണ്ടായേ? അവളൊരു ഇഷ്ടം പറഞ്ഞെന്നല്ലേ ഉള്ളൂ. ആരെയും വേദനിപ്പിച്ച് ഞാൻ ഒന്നും ചെയ്യത്തില്ല. ഹാ, കേട്ടില്ലേ? അപ്പൊ കാശുണ്ടാക്കി മോളെ ഇഷ്ടപ്പെട്ടവന്റെ കൂടെ കെട്ടിച്ചയച്ചോ? ഇരിക്കല്ലേ കനകം. അതേടി, ഞാൻ പാപ്പരാ. അച്ഛൻ വന്ന് കിടന്നു. ഇന്ന് അല്പം ഓവറാ. എടി, നീ വിട്, ഞാൻ കൊണ്ട് കിടത്താം. ഇങ്ങോട്ട് നടക്കും. ഇങ്ങോട്ട് പോ. വന്ന് നിങ്ങൾക്ക് സ്വന്തം മകളെ പോലും തിരിച്ചറിയാൻ കഴിയാണ്ടായോ? ആണുങ്ങളെ വശീകരിക്കാൻ റോഡ് വക്കിൽ നിൽക്കുന്നവളുമായല്ലേ ചങ്ങോത്തം. പിന്നെ എങ്ങനെ സ്വന്തം മകളെ തിരിച്ചറിയാൻ കണ്ണുണ്ടാകും? ഈശ്വരാ, എന്റെ ഒരു ഗതി. എടി, ചത്ത് കിടന്നാലും ചമഞ്ഞു കിടക്കണം. എടി, ചത്ത് കിടന്നാലും ചമഞ്ഞു കിടക്കണം. പട്ടിണിയാണെന്ന് നാട്ടുകാരെ അറിയിക്കേണ്ടതില്ല. കുളിച്ച് സുന്ദരി കുട്ടിയായിരുന്നു പഠിച്ചേ. നാളെ എക്സാം അല്ലേ? ഞാൻ കൊടിയേറ്റം കഴിഞ്ഞാൽ ഉടനെ വരാം.
ചത്തു കിടന്നാലും ചമഞ്ഞു കിടക്കണം. സ്വന്തം മകളാണെന്ന വിചാരം പോലും ഇല്ലാണ്ട. മഹാത്മാ, ഇതൊന്ന് ശരിയാക്കാൻ പറഞ്ഞിട്ട് കേൾക്കാതെ ഉത്സവം കാണാൻ പോയിരിക്കുക എല്ലാം കൂടി. ഇനി എന്നെ പറ്റിക്കാൻ നോക്കണ്ട. Mahatma is the father of our nation. As a statesman, he won the national reputation for his policy of non-alignment. Mahatma is the soul of our nation. ഇത്ര വേഗം കൊടിയേറ്റം കഴിഞ്ഞോ? ദാ വരുന്നു വരുന്നു. ഇന്നും കുടിച്ചു അല്ലേ? എന്താ അച്ഛ ഇങ്ങനെ? കാശി പോയെങ്കി പോട്ടെ, അതിന് അച്ഛൻ ഇങ്ങനെ നശിക്കണോ? അച്ഛാ, എന്റെ പൊന്നല്ലേ, ഈ അച്ഛൻ ചീത്തയപ്പോ. അച്ഛാ, അച്ഛാ, അച്ഛാ. കഥ കടയ്ക്കാതെ ഇവളിത് എവിടെ പോയിരിക്ക? ഹിമ, ഹിമ, മോളെ, ഹിമ, മോളെ.